ഇത് ഗവൺമെൻറ് LPS ആനാട്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കുട്ടികളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിച്ച സർക്കാർ വിദ്യാലയം. 2005-ൽ 300 കുട്ടികൾ മാത്രമുണ്ടായിരുന്ന സ്കൂളിൽ ഇന്ന് ആകെ കുട്ടികളുടെ എണ്ണം 583. ഭൗതിക സൗകര്യങ്ങളിലും അക്കാദമിക മികവിലും ജില്ലയിൽ തന്നെ അപൂർവ മാതൃക. ഹരിതാഭമായ അന്തരീക്ഷം, വള്ളിക്കുടിലുകൾ, അവയ്ക്കു താഴെ ഇരിപ്പിടങ്ങൾ, മനോഹരമായ പൂന്തോട്ടം, കുട്ടികളുടെ പാർക്ക്, കളിയുപകരണങ്ങൾ, ശിശു സൗഹൃദപരമായ ക്ലാസ് മുറികൾ, കുട്ടികളുടെ റേഡിയോ സ്റ്റേഷൻ. നമസ്കാരം, റേഡിയോ ക്ലബിലേക്ക് സ്വാഗതം. മഹത് വചനങ്ങൾ ആലേഖനം ചെയ്ത ചുവരുകൾ, മനോഹര ചിത്രങ്ങൾ, ഫോട്ടോ ഗാലറി, ശിശു സൗഹൃദ ലൈബ്രറി, വിശാലമായ കമ്പ്യൂട്ടർ ലാബ്, എല്ലാം തികഞ്ഞ കുട്ടികളുടെ കുഞ്ഞു സ്വർഗമാണ് ഇന്ന് ഗവൺമെൻറ് LPS ആനാട്. നിറഞ്ഞ പ്രതീക്ഷകളോടെ ഒരു പുതുവർഷം ആരംഭിക്കുകയായി. 1-ാം ക്ലാസ്സിൽ പുതുതായി ചേർന്ന 105 കുട്ടികളെ വരവേൽക്കുകയാണ്. രക്ഷിതാവും കുട്ടികളും ചേർന്ന് അക്ഷരദീപം തെളിയിച്ച് തുഞ്ചൻ സ്മൃതി മണ്ഡപത്തിൽ ആചാര്യനെ വണങ്ങി സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി. ഇവർ ഇന്ന് വിദ്യാലയത്തിൻ്റെ ഭാഗമാകുകയാണ്. വരവേൽക്കാൻ മുഖ്യ അതിഥിയായി സ്കൂളിൻ്റെ അഭിമാനമായ പൂർവ്വ വിദ്യാർത്ഥിനി IAS നേടിയ കുമാരി ആര്യയും. കായിക പരിശീലനത്തിനും കളികൾക്കും വലിയ പ്രാധാന്യമാണ് ഈ സ്കൂൾ നൽകുന്നത്. സ്കിപ്പിംഗ്, റിംഗ് ബോൾ, ഹാൻഡ് ബോൾ, ചെസ്, ക്യാരംസ് എന്നിവയിലെല്ലാം കുട്ടികൾക്ക് പരിശീലനം നൽകുന്നു. ഇക്കൊല്ലം മുതൽ കരാട്ടെ പരിശീലനവും ആരംഭിക്കുന്നു. ആഴ്ചയിൽ ഓരോ ദിവസവും ഓരോ പ്രത്യേക പരിപാടികൾക്കായി നീക്കിവച്ചിരിക്കുന്നു. തിങ്കൾ ഹരിതദിനം, കൃഷിയും പൂന്തോട്ട പരിപാലനത്തിനും പ്രാധാന്യം. ചൊവ്വ കലാകായിക ദിനം, ഗാനാലാപനം, നൃത്തം എന്നിവയിൽ പരിശീലനം നൽകുന്നു. ബുധൻ വായനാ ദിനം. അന്ന് എല്ലാ വിദ്യാർത്ഥികൾക്കും പുസ്തകങ്ങൾ വായനയ്ക്കായി നൽകുന്നു. പുസ്തകക്കുറിപ്പുകൾ റേഡിയോ സ്റ്റേഷൻ വഴി അവതരിപ്പിക്കുന്നു. ഇനി നമുക്ക് ഒരു വായനാക്കുറിപ്പ് കേൾക്കാം. സത്യത്തിന് കിട്ടിയ സമ്മാനം. കഴിഞ്ഞ ആഴ്ച ടീച്ചർ എനിക്ക് സ്കൂൾ ലൈബ്രറിയിൽ നിന്നും സത്യത്തിന് കിട്ടിയ സമ്മാനം എന്ന പുസ്തകം വായിക്കാൻ തന്നു. പുസ്തകത്തിന്റെ പുറം ചട്ട കണ്ടപ്പോൾ തന്നെ എനിക്ക് വായിക്കാൻ ധൃതിയായി. അത്ര രസകരമായിരുന്നു അതിലെ ചിത്രങ്ങൾ. വീട്ടിലെത്തിയ പാടെ ഒറ്റയിരിപ്പിന് വായിച്ചു തീർത്തു. വ്യാഴം ചിത്രകലാ പരിശീലനം. വെള്ളി ശുചിത്വ ദിനം. ക്ലാസ് മുറികളും പരിസരവും ശുചീകരിക്കുന്നതിൽ കുട്ടികളും പങ്കാളികളാകുന്നു. ഇവിടെ ഓരോ കുട്ടിയുടെ പേരിലും ഓരോ ചെടിയുണ്ട്. വെള്ളമൊഴിച്ച് വളമിട്ട് സ്വന്തം പേരിലുള്ള ഓരോ ചെടിയും അവർ ഓമനിച്ച് വളർത്തുന്നു. പ്രകൃതിയെ അറിഞ്ഞ് പ്രകൃതിയുടെ ഭാഗമായി. ഇത് ബഹുമാനപ്പെട്ട MP ശ്രീ A സമ്പത്ത് സ്കൂളിന് സമർപ്പിച്ച കുട്ടികളുടെ പാർക്ക്. ഉച്ചഭക്ഷണത്തിന് വിഭവങ്ങൾ കണ്ടെത്തുന്നതിനായി PTA 30 സെന്റ് സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്തിരിക്കുന്നു. മിക്ക പച്ചക്കറികളും സ്കൂളിൽ കൃഷി ചെയ്തുണ്ടാക്കുന്നു. ഇന്ന് സ്കൂളിൽ സദ്യ വിളമ്പുകയാണ്.
ഒരു രക്ഷകർത്താവ് തൻ്റെ കുട്ടിയുടെ പിറന്നാളിന് സദ്യ സ്പോൺസർ ചെയ്തിരിക്കുന്നു. വീട്ടിലെ വിശേഷ ദിവസങ്ങളിൽ രക്ഷിതാക്കൾ വിവിധ വിഭവങ്ങൾ സ്പോൺസർ ചെയ്യാറുണ്ട്. ഗ്രാമപഞ്ചായത്തിൻ്റെ സഹായത്തോടെ പ്രീ പ്രൈമറിയിൽ നിത്യവും പാൽ വിതരണം ചെയ്യുന്നു. വിവിധ ഏജൻസികളുടെ സഹായത്തോടെ വിഭവസമൃദ്ധമാണ് ഇവിടത്തെ ഉച്ചഭക്ഷണം. ഇത് സ്കൂളിൻ്റെ പഠനമുറി. എല്ലാവിധ പഠന സാമഗ്രികളും വിവിധ പഠന പ്രവർത്തനങ്ങൾക്കുള്ള ഉപകരണങ്ങളും ചമയങ്ങളും ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. വിവിധ ദിനാചരണങ്ങളോടനുബന്ധിച്ച് കുട്ടികളും അധ്യാപകരും ചേർന്ന് തയ്യാറാക്കിയ ആൽബങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട്. ഇത് പ്രീ പ്രൈമറി വിഭാഗം. 200 കുട്ടികളുള്ള ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പ്രീ പ്രൈമറികളിൽ ഒന്ന്. എല്ലാ ക്ലാസ്സുകളിലും റൗണ്ട് ടേബിളുകൾ, കുഞ്ഞു കസേരകൾ, കളിപ്പാട്ടങ്ങൾ, അക്വേറിയം. കുഞ്ഞു മാലാഖമാരെ പോലെ സന്തോഷത്തിലാണ് ഇവിടുത്തെ കുട്ടികൾ. വരുന്ന സെപ്റ്റംബർ 2-ന് മാതൃക ശിശു സൗഹൃദ ലൈബ്രറി ബഹുമാനപ്പെട്ട DPI കുട്ടികൾക്കായി തുറന്നുകൊടുക്കുന്നതോടെ കുട്ടികളുടെ മുന്നിൽ വായനയുടെ വലിയ ലോകം തുറക്കപ്പെടും. പിറന്നാൾ സമ്മാനമായി കുട്ടികളുടെ രക്ഷിതാക്കൾ ലൈബ്രറിക്ക് സമർപ്പിക്കുന്ന പുസ്തകങ്ങൾക്കായി ഒരു പ്രത്യേക അലമാരയും ഒരുങ്ങിക്കഴിഞ്ഞു. IEDC കുട്ടികൾക്കായി ഫിസിയോതെറാപ്പി സെന്ററും ഉടൻ പ്രവർത്തനം ആരംഭിക്കുകയായി. ശുചിത്വ പരിപാലനത്തിന് ഇവിടെ മറ്റെന്തിനേക്കാളും പ്രാധാന്യം നൽകിയിരിക്കുന്നു. എല്ലായിടത്തും ശുചിത്വ സന്ദേശങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നു. ടോയ്ലറ്റുകൾ നിത്യവും കഴുകി വൃത്തിയായി സൂക്ഷിക്കുന്നു. പരിസരം തികച്ചും മാലിന്യമുക്തം. പാചകപ്പുരയും പരിസരവും ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കുന്നു. വ്യക്തി ശുചിത്വത്തിനും വളരെ പ്രാധാന്യം നൽകിയിരിക്കുന്നു. കുട്ടികളുടെ പ്രകടനശേഷി, ആസ്വാദനശേഷി എന്നിവ വർദ്ധിപ്പിക്കുന്നതിനും ആത്മവിശ്വാസം വളർത്തുന്നതിനും പൊതുവിജ്ഞാന വർധനവിനും പഠന പുരോഗതിക്കും ആസൂത്രിതമായി നടപ്പിലാക്കിയിട്ടുള്ള റേഡിയോ സ്റ്റേഷൻ പ്രവർത്തനങ്ങൾ വളരെയേറെ സഹായിക്കുന്നു. എന്റെ ഡയറി അവതരിപ്പിക്കുന്നത് 4 Cയിൽ നിന്നും ധ്വനിയം. ഞാൻ ഇന്ന് നേരത്തെ തന്നെ ഉണർന്നു. പ്രഭാത കർമ്മങ്ങൾക്ക് ശേഷം കാപ്പി കുടിച്ചു. പിന്നെ പത്രം വായിച്ചു. ഇനി ജന്മദിനാശംസകൾ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന 2 Cയിലെ സൂരജസിന് സ്കൂളിന്റെയും റേഡിയോ ക്ലബിന്റെയും ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ടു സൂരജസ്. നമസ്കാരം. ക്വിസ് ടൈമിലേക്ക് സ്വാഗതം. ചോദ്യം 1. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? ഉത്തരം വേമ്പനാട്ട് കായൽ. കവിതാ പാഠത്തിലേക്ക് സ്വാഗതം. മഹാകവി കുമാരനാശാന്റെ പൂക്കാലം എന്ന കവിതയാണ് ഈ ആഴ്ച നമ്മളിവിടെ ചൊല്ലി പഠിക്കാൻ പോകുന്നത്. കുന്നിതാമുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം. ആനാട് ഗവൺമെന്റ് LPSനെ സംബന്ധിച്ച് ഇത് ചരിത്രപ്രധാനമായ വർഷം. ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി 40 ലക്ഷത്തിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. കുട്ടികളുടെ പാർക്ക്, ലൈബ്രറി, ഓഡിറ്റോറിയം, കമ്പ്യൂട്ടർ ലാബ്, സമ്പൂർണ്ണ നവീകരണ പ്രവർത്തനങ്ങൾ, തുഞ്ചൻ സ്മൃതി മണ്ഡപം, ഫോട്ടോ ഗാലറി എന്നിവയെല്ലാം പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവയെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അക്കാദമിക പുരോഗതിയിൽ വൻ കുതിച്ചുചാട്ടത്തിന് ഈ സ്കൂൾ ഒരുങ്ങിക്കഴിഞ്ഞു. വളരെ സജീവമാണ് ഇവിടുത്തെ PTA SMC കമ്മിറ്റികൾ. എല്ലാ മാസവും അവസാനത്തെ വെള്ളിയാഴ്ച രക്ഷാകർതൃ ദിനമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അന്നേ ദിവസം ക്ലാസ് PTAകളും PTA കമ്മിറ്റിയും ചേരുന്നു. ഗ്രാമപഞ്ചായത്ത്, ജനപ്രതിനിധികൾ, MLA, MP, രക്ഷകർത്താക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, പൊതുസമൂഹം എന്നിവരുടെ എല്ലാം പിന്തുണയോടെ ഏകശിലാരൂപത്തിൽ പ്രവർത്തിക്കുന്ന അധ്യാപക രക്ഷാകർതൃ സമിതിക്ക് ഈ സ്കൂളിനെ സംബന്ധിച്ച് സ്വപ്നങ്ങൾ പലതും ഇനിയും ബാക്കിയാണ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സ്കൂൾ എന്ന ലക്ഷ്യത്തിലേക്ക് ഒത്തൊരുമിച്ച് നീങ്ങുകയാണ് ഈ സ്കൂളിലെ അധ്യാപകരും രക്ഷാകർതൃ സമൂഹവും. ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാം
പേർ കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്കു ഞരമ്പ്